ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു റവ ലഡുവാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ ലഡു കഴിക്കാനായിട്ട്. ഇത് കാണും പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമേ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് കാഷ്യൂ നട്ട് അതിലോട്ട് ചേർത്ത് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം. മുന്തിരിങ്ങ ആണെങ്കിൽ നല്ലതുപോലെ ഒന്ന് വീർത്ത് വരണം. അതുവരെ നമ്മൾ മുന്തിരിങ്ങ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് മുന്തിരി ഒന്ന് വീർത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് ബദാം ചേർക്കാം, പിന്നീട് നമുക്ക് കുറച്ച് പംകിൻ സീഡ് ചേർക്കാം. ഇതെല്ലാം നമ്മൾ മുന്തിരി വീർത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കുക. ഇപ്പം മുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്, ബദാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാനിലുള്ള ബാക്കി നെയ്യിലോട്ട് നമുക്ക് നമ്മുടെ റവ വറുത്തെടുക്കാനുണ്ട്. അപ്പം നമ്മൾ റവ എടുത്തിരിക്കുന്നത് നമ്മുടെ അരക്കപ്പില്ലേ, അരക്കപ്പിൻ്റെ അളവിൽ ഫുൾ 2 കപ്പും പിന്നെ ഒരു അരക്കപ്പ്, അങ്ങനെ 2.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനി നല്ലതുപോലെ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ, 1 സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ നെയ്യ് ചേർത്തില്ലെങ്കിൽ പിന്നീട് ലാസ്റ്റ് നമുക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം നമുക്ക് ഈ ഒരു അളവ് നെയ്യ് മതി കേട്ടോ. അപ്പം നമ്മൾ ചെറിയ തീയിലിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടുന്നത്. കുറച്ച് നേരം ഒന്ന് വറുക്കാനുണ്ട് ഇത് കേട്ടോ. നല്ലപോലെ നമുക്ക് ഇളക്കി എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി കൊടുക്കാം. റവയൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ആ പാനൊന്ന് കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് പഞ്ചസാര 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൽ 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാര മെൽറ്റ് ആവാനാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. നല്ല പോലെ ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും പഞ്ചസാര. നന്നായി ഇളക്കി കൊടുക്കുമ്പം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് തേങ്ങയാണ്. നമ്മൾ ലഡുവിൽ ചേർക്കാനായിട്ട് 2 കപ്പോളം തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നമ്മൾ കുറച്ച് നേരം ഇട്ട് വഴറ്റി, തേങ്ങ അന്നേരം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ല പോലെ അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വേണം എല്ലാം ചെയ്യാൻ, ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തിരി സാവകാശമേ ചെയ്യാൻ പറ്റൂ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പഞ്ചസാരയൊന്ന് മെൽറ്റാക്കി അതിലോട്ട് നമ്മുടെ തേങ്ങയും ഇട്ട്, തേങ്ങയും ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന റവ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ റവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമ്മുടെ റവയും വറുത്ത് ഇതിനകത്ത് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോഴും നമ്മൾ റവ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പഞ്ചസാരയും തേങ്ങയൊക്കെ റവയുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്കോണം നമ്മൾ ഇച്ചിരി നേരം അതൊന്ന് ചെറിയ തീയിലിട്ട് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു 4-5 ഏലക്കയുടെ കുരു മാത്രം പൊടിച്ചെടുത്തിട്ട്, തൊലി വേണ്ട, കുരു മാത്രം പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതും കൂടി ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഏലക്കാക്കുരു ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് ഇളക്കി ചേർത്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യും കൂടി നല്ല പോലെ അങ്ങ് ഇളക്കി എല്ലായിടവും യോജിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കുന്ന പലഹാരമാണെന്ന് പറഞ്ഞില്ലേ, ഇത്രയും നേരത്തെ ജോലിയേ ഉള്ളൂ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ നട്ട്സാണ്. ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന നട്ട്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന്. കൊച്ചുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ചോദിച്ച് മേടിച്ച് കഴിക്കും. ഒന്നും കൂടെ താ, അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ.
ഇനി നമുക്കൊരു പാത്രത്തിലോട്ട്, ഇത്തിരി വലിയൊരു പാത്രത്തിലോട്ട് ഈ കൂട്ടിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ജോലി. അപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ ആ ജോലി തീർന്നിട്ടുണ്ട്. ഇനി അത് ഉരുട്ടി ലഡുവാക്കുന്ന ജോലിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ പാത്രത്തിലോട്ടിട്ട് ഇളക്കി കൊടുത്തത്. ഇനി നമുക്ക് ലഡു, ഇത് നല്ല ചൂടുണ്ട്, ഈ ചൂടോടുകൂടി തന്നെ നമ്മളങ്ങ് ഉരുട്ടിയെടുക്കണം കേട്ടോ. അന്നേരം നല്ല ഷേപ്പിന് കിട്ടുകയും ചെയ്യും, നല്ലതായിട്ടിരിക്കുകയും. തണുത്താൽ പിന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ലഡു എല്ലാം ഉരുട്ടിയെടുക്കുകയാണ്. നമ്മളെല്ലാം ഉരുട്ടി തീർന്നു. നല്ല ഒരു ഭംഗിയോടെ കണ്ടോ, അത്രയും ലഡു നമുക്ക് കിട്ടി. നല്ല ടേസ്റ്റാണ്. ഇത് ഉരുട്ടി എൻ്റെ കൈ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്, കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ടാറ്റാ.